ചതി വിശ്വാസവഞ്ചന ഇതാണ് ഇന്നത്തെ വിഷയം. നിങ്ങൾ ഒരാളെ അമിതമായി വിശ്വസിക്കുമ്പോൾ അയാളെ വിശ്വസിച്ച് നിങ്ങളുടെ സ്നേഹമോ സമ്പത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനെതിരായി നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്നു. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ചതി അല്ലെങ്കിൽ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്. ഇതിന് നഷ്ടമായി വരുന്നത് സമ്പത്തോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമോ അല്ലെങ്കിൽ നമ്മളെ അപമാനം ഒക്കെ ആയിരിക്കും നമുക്കിതിനെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, ഒരു കാറ്റസ്ട്രോഫി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോ നിയമപരമായി ശരിക്കും നമ്മൾ യാതൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, നമുക്കെതിരെയാണ് ചെയ്യുന്നത്. അയാൾക്കെതിരെ കേസെടുക്കാനും അല്ലെങ്കിൽ അയാൾക്കെതിരെ നമ്മൾക്ക് വാദിക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ട്. പക്ഷെ ശരിക്കും നോക്കിക്കഴിഞ്ഞാല് ഇതിൽ നമ്മുടെ സൈഡിൽ നിന്ന് ചെറിയൊരു തെറ്റല്ല, ഒരു ചെറിയൊരു പിഴവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മൾ ശരിക്കും അവരെ വിശ്വസിച്ചത് കൊണ്ടല്ലേ നമ്മൾക്ക് ഇത് സംഭവിച്ചത്. അല്ലെ, ഒരു ടോക്കുണ്ട്, ഒരു പറച്ചിലുണ്ട്. എന്താണ്? നമ്മളറിയാതെ നമ്മളെ ഒരാൾക്കും പറ്റിക്കാനോ ചതിക്കാനോ പറ്റില്ല. ഒരു പരിധിവരെ നമ്മുടെ അറിവും നമ്മുടെ ബോധവും കൊണ്ടാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അയാൾ നമ്മളെ പറ്റിക്കുന്നത് അല്ലെങ്കിൽ ചതിക്കുന്നത്. അപ്പൊ ഇനി ഒരിക്കലും നിങ്ങൾ ഇത് പറയേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ, എന്നെ അവൻ തേച്ചു അല്ലെങ്കിൽ എന്നെ അവൾ തേച്ചു എന്ന് പറയാതിരിക്കട്ടെ. കാരണം നിങ്ങളും കൂടെ കാരണക്കാരാണ് അതിന്. അമിതമായി ആരെയും വിശ്വസിക്കാതിരിക്കും. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.